പാർപ്പിടം ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മുമ്പിലുള്ളൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം പിന്നിട്ട ദിവസമാണ്. 5,364,000 വീടുകൾ ഈ ദിവസമായപ്പോഴേക്കും ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഏറ്റവും മികച്ച മാതൃകയാണ് ലൈഫ്. കാരണം ലൈഫിൽ ഇങ്ങനെയൊരു സഹകരണം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വീട് നമുക്ക് കൈവരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഭവന നിർമ്മാണത്തിന് ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മൾ 4 ലക്ഷമാണ് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് PMAY ഗ്രാമീൺ പ്രകാരം കൊടുക്കുന്നത് 72,000 രൂപയാണ്. PMAY അർബനിൽ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുന്നത് 1.5 ലക്ഷം രൂപയുമാണ്. നമ്മളെല്ലാവർക്കും 4 ലക്ഷം കൊടുക്കുന്നു. ആദിവാസി സങ്കേതങ്ങളിൽ 6 ലക്ഷം കൊടുക്കുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇത്രയും കൊടുക്കുന്നില്ല. ഇത്രയും കൊടുക്കാൻ കഴിയുന്നത് ഇത് തദ്ദേശ സ്ഥാപനവും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതി ആയതുകൊണ്ടാണ്. സംസ്ഥാന ഗവൺമെൻറ് 1 ലക്ഷം രൂപ ധനസഹായമായിട്ട് കൊടുക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ 80,000 രൂപ അവരുടെ വിഹിതം കൊടുക്കുന്നു. 2,20,000 രൂപ സംസ്ഥാന സർക്കാർ ഹഡ്കോ മുഖേന വായ്പയെടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു. ആ വായ്പയുടെ പലിശ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ് വഹിക്കുന്നു. വായ്പയുടെ മുതൽ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന വികസന ഗ്രാൻഡിൽ നിന്ന് ഗഡുക്കളായിട്ട് പിന്നീട് തിരിച്ചു പിടിക്കുന്നു, വർഷങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കുന്നു. ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചതുകൊണ്ട് മാത്രമാണ് 5 ലക്ഷം വീട് എന്നൊരു വലിയ നമ്പർ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഓൺഗോയിങ് 1 ലക്ഷത്തിലധികം വീടുകളുണ്ട്. അതായത് 6 ലക്ഷത്തിലധികം പേര്, 6,547,000 പേരുമായിട്ടാണ് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. അതിൽ 5,364,000 വീടുകൾ ഈ ദിവസം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പാർപ്പിടം ഇനിയും വീട് കൊടുക്കേണ്ട ആളുകളുണ്ട്. പാർപ്പിടം എന്നത് നമ്മളൊരു വലിയ നേട്ടം കൈവരിച്ചു. പക്ഷെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകാനുണ്ട്.